Hello students, next നമുക്ക് algebraic operations on power series നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പവർ സീരീസ് തന്നിട്ടുണ്ട്. സിഗ്മ ഈക്വൽ ടു 0 to infinity ai x raised to i യും സിഗ്മ ഈക്വൽ ടു 0 to infinity bi x raised to u, f of x ഉം g of x. Okay. With first one in the radius of convergence capital R, second one in the radius of convergence capital S. Then if t is smaller of r and s, r ലും s ലും വെച്ചിട്ട് സ്മോളിനെ t എന്ന് വിളിച്ചു. കാരണം രണ്ട് സീരീസുകളുണ്ട്, അതിൽ രണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ അതിൽ ചെറുതിൻ്റെ ഉള്ളിൽ രണ്ടും കൺവേർജൻ്റ് ആയിരിക്കും. വലുതിൻ്റെ ഉള്ളിൽ വലുത് മാത്രമേ കൺവേർജൻ്റ് ആവുള്ളൂ. അപ്പോൾ ചെറുതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ രണ്ടും കൺവേർജൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ചെറിയ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമ്മൾ സെലക്ട് ചെയ്തത്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന് നമുക്ക് കറസ്പോണ്ടിങ്ങിലി സിഗ്മ ഈക്വൽ ടു 0 to infinity ai പ്ലസ് ബി ഐ ദ ഹോൾ ഇൻറ്റു എക്സ് റേസ് ടു ഐ എന്ന് ഡിഫൈൻ ചെയ്യാം. 4 mod x ലെസ് ദാൻ ടി. കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 0 to infinity സി എ ഐ ഇൻറ്റു എക്സ് റേസ് ടു ഐ എന്ന് ഡിഫൈൻ ചെയ്യാം. 4 mod x ലെസ് ദാൻ ആർ, അതിനതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് മതി. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ സിഗ്മ ഈക്വൽ ടു 0 to infinity സിഗ്മ ജെ ഈക്വൽ ടു 0 to i എ ജെ ബി ഐ മൈനസ് ജെ എക്സ് റേസ് ടു ഐ എന്നാണ് ഡെഫിനിഷൻ. 4 mod x ലെസ് ദാൻ ടി. ഇതിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. Then if b not equal to 0, കോഎഫിഷ്യൻ്റ് രണ്ടാമത്തെ കോഎഫിഷ്യൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്കതിൻ്റെ കോഷ്യൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 0 to infinity സി ഐ എക്സ് റേസ് ടു ഐ വേർ എക്സ് നിയർ 0 and ci may be defined by the long division. The determination of radius of convergence f by g requires further analysis. റേഡിയസ് ഓഫ് കൺവേർജൻസിന് ആ കേസിൽ കോഷ്യൻ്റെ കേസിൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസിനെ കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ കോഎഫിഷ്യൻ്റ് സി ഐനെ കിട്ടണമെങ്കിൽ ഡിവിഷൻ ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ആൾജിബ്ര ഓഫ് പവർ സീരീസ് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. Write down power series of the form sigma equal to 0 to infinity ai x raised to i for 2 by 3 minus x and 5 by 4 minus x and 23 minus 7x by 3 minus x into 4 minus x. What are their radii of convergence? അപ്പോൾ ഇതിനെ ഓരോന്നിനെയും പവർ സീരീസ് ആക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം 2 by 3 minus x എടുക്കാം. 2 by 3 minus x നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ടൈപ്പ് പ്രോബ്ലംസ്. അപ്പോൾ 2 by 3 minus x നമുക്ക് 2 by 3 2 ഉണ്ട് മുകളിൽ, ഇനി താഴെ നിന്ന് 3 ഔട്ട്സൈഡ് എടുക്കുക. കാരണം നമുക്ക് 1 minus x റേസ് ടു ആർ അല്ലെങ്കിൽ 1 minus x റേസ് ടു മൈനസ് ആർ, അതിനെയാണ് നമുക്ക് പവർ സീരീസ് ആക്കി ജോമെട്രിക് സീരീസുമായിട്ട് 1 by 1 minus x മൈനസ് ആർ ഈ ചാപ്റ്ററിൽ തുടക്കം പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഫോമിൽ വന്നാലാണ് നമുക്ക് അതിനെ പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2നെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 പുറത്തേക്ക് പോകുന്നു, ബാക്കി ഇവിടെ 1 ആണ് ഉണ്ടാവുക. ഡിനോമിനേറ്ററിൽ നിന്നൊരു 3 ഔട്ട്സൈഡ് എടുക്കുക, അപ്പോൾ ബാക്കി ഉണ്ടാവുക 1 minus x by 3. ഇത് നോക്കിയ 1 by 1 minus r എന്നുള്ളൊരു ഫോമിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് ഈ 2 by 3 എന്നുള്ളതിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കുന്നെങ്കിൽ. അപ്പോൾ 2 by 3 ഇൻറ്റു സിഗ്മ ഈക്വൽ ടു 0 to infinity 1 by 1 minus r-നെ നമുക്കറിയാം. നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 by 1 minus x 1 by 1 minus x equal to 1 plus x square plus x cube plus ആ ഒരു ഫോമിൽ പോകുന്ന പവർ സീരീസ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോമിലേക്കാണ് ഇപ്പോൾ ഇവിടെയും നമ്മൾ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് വരുന്നത് 1 by 1 minus x by 3. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി 1 minus xയുടെ പ്ലേസിൽ x by 3 ആണ്. അപ്പോൾ x by 3 ഒരു പവർ സീരീസ് ആണ് ഇവിടെ കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 2 by 3 ഇൻറ്റു സിഗ്മ ഈക്വൽ ടു 0 to infinity x by 3 ദ ഹോൾ റേസ് ടു ഐ എന്നുള്ള ഫോമിൽ എഴുതിയത്. ഇവിടെ നമുക്ക് i ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 1 കിട്ടും, i ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ പ്ലസ് എക്സ് ബൈ 3 കിട്ടും, i ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 9 കിട്ടും. അങ്ങനെ x by 3യുടെ പവേഴ്സ് 1 by 1 minus x-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ x by 3 ആണ്. അപ്പോൾ x by 3 പവർ സീരീസ് സിഗ്മ ഈക്വൽ ടു 0 to infinity x by 3 റേസ് ടു ഐ എന്നുള്ള ഫോമിലാണ് ഈ സീരീസിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഇനി 2 by 3 കൂടി ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, സമ്മേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സീരീസ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 0 to infinity മുകളിൽ 2, അടിയിൽ ഒരു 3 റേസ് ടു ഐ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 3 കൂടി ഇവിടെ വരുമ്പോൾ 3 റേസ് ടു ഐ പ്ലസ് 1 വരും. പിന്നെ ഇവിടെ എക്സ് റേസ് ടു ഐ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സീരീസ് ഫോം വരുന്നത്. ഇനി ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും കൂടി
കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ടേം തന്നിട്ട് അതിനെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ പവർ സീരീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ, അതിന്റെ കറസ്പോണ്ടിങ് ഉള്ള പവർ സീരീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതിന് 1/1 - x എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും. അതിൽ നിന്ന് പിന്നെ പവർ സീരീസിന്റെ ഫോം നമുക്ക് ഇതുപോലെ എളുപ്പം കണ്ടുപിടിക്കാം. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന്റെ റേഷ്യോ എടുക്കാം. നമുക്ക് ഇതിൽ റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ ai/ai-1, that is 2/3 divided by 2/3 ആണ് വരിക. ഐയുടെ പ്ലേസിൽ i-1 കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ റെസിപ്രോക്കലൊക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ L = 1/3 കിട്ടും. L ആണല്ലേ ഇത്. L നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ L ലിമിറ്റ് കൂടി ഉണ്ട് കേട്ടോ. ലിമിറ്റ് i → ∞ കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി എഴുതണേ. ലിമിറ്റ് i → ∞ നിങ്ങൾ എഴുതാൻ മറക്കരുത്. L = ലിമിറ്റ് i → ∞ mod ai/ai-1 എഴുതണം. that is equal to 1/3 എന്ന് കിട്ടും. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ആറിന്റെ ഫോർമുല എഴുതുക. R = 1/L ആണ്. അതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് = 3 എന്ന് കിട്ടും. ഓക്കെ, 1/L എടുക്കുമ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് = 3. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് 5/4 - x ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിവിടെ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഇതേപോലെ തന്നെ ചെയ്യാന്ന് വെച്ചാൽ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. 5/4 - xൽ 5നെ ഔട്ട് സൈഡ് എടുക്കുക. പിന്നെ 1/1 - x എന്നുള്ള ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് 4നെ ഔട്ട് സൈഡ് എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് ഇത് കിട്ടിയതുപോലെ ഇവിടെ നമുക്ക് 5/4 × 1/1 - x/4 എന്ന് കിട്ടും. അപ്പൊ അതിന് നമുക്ക് 5/4 × ഇത് എഴുതിയതുപോലെ σ = 0 to ∞ x/5 whole raised to i എന്ന് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ 5/4 ഉള്ളിലേക്ക് സിഗ്മയുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 5/4 raised to i + 1 × x raised to i എന്നുള്ള ഫോം. അപ്പൊ അത് ഹോംവർക്ക് പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിന്റെ ലിമിറ്റ് എടുത്ത് L കണ്ടുപിടിക്കുക. L കണ്ടുപിടിച്ചിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ്, അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള നോട്ടിനേക്കാളും നോട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ മാറ്റം വരുത്തിയിട്ട് എഴുതണം. കുഞ്ഞു കാര്യങ്ങളാണ് അതിൽ മിസ്സിംഗ് ഉള്ളൂ. അപ്പൊ അത് ഞാൻ ക്ലാസ്സിന്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളത് നോട്ട് എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ എഴുതി വെക്കുക. എന്നാലാണ് ഞാൻ പറയുന്ന പോലെ എഴുതി പോയാലാണ് നിങ്ങൾക്ക് അത് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വരും. ഓക്കെ, അപ്പൊ അത് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും തന്നെ എളുപ്പമില്ല. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാനില്ല, കുഴപ്പമൊന്നുമില്ല. 23 - 7x/3 - x × 4 - x എന്നാണ്. 23 - 7x/3 - x × 4 - x. അപ്പൊ ഇതിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിന്നെ ഇത് ചെയ്യാതിരുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയാം അല്ലെ. പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ ചെയ്യും? ആദ്യം 23 - 7x/3 - x × 4 - x എങ്ങനെ എഴുതും? ഇത് എഴുതുന്നതിന് പകരം +2 പഠിച്ച പാർഷ്യൽ ഫ്രാക്ഷൻ ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാനായിട്ട്? അപ്പൊ അതിവിടെ ചെയ്യാനട്ടാ. ടെക്സ്റ്റിൽ ചെയ്തിട്ടില്ല ഞാൻ. അപ്പൊ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ നോട്ടിൽ നിങ്ങൾ ഇത് എഴുതണം. എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് മുമ്പ് ഇതിന് നമ്മൾ ക്യാപിറ്റൽ A/3 - x പ്ലസ് ക്യാപിറ്റൽ B/4 - x എന്ന് എഴുതും അല്ലെ. എന്നിട്ട് ആ എയും ബിയും നമ്മൾ ഫൈൻഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എയും ബിയും ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം അതിന്റെ LCM കൊണ്ട് അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. LCM കൊണ്ട് അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് LCM ശരിയാക്കുമ്പോൾ നമുക്ക് A × 4 - x പ്ലസ് B × 3 - x the whole divided by 3 - x × 4 - x എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ അത് ചെയ്യാം. ഇനി ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 23 - 7x = 2 × 4 - x പ്ലസ് 5 × 3 - x എന്ന് കിട്ടും. സോറി, 23 - 7x = A × 4 - x പ്ലസ് B × 3 - x എന്ന് കിട്ടും. അത് ചെയ്തിട്ട് ഈ സ്റ്റെപ്പിലേക്ക് വരാവൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ പാർഷ്യൽ ഫ്രാക്ഷനിൽ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് എക്സിന് ഏതെങ്കിലുമൊക്കെ വാല്യൂസ് പുട്ട് ചെയ്യുക. എക്സിന് 3 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ബി ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സിന് 4 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോറി, എക്സിന് 4 കൊടുത്താൽ നിങ്ങൾക്ക് ബി ഫൈൻഡ് ചെയ്യാൻ പറ്റും. എക്സിന് 3 കൊടുത്താൽ നിങ്ങൾക്ക് എ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആ വാല്യൂസ് ഒക്കെ കൊടുത്ത് എയും ബിയും കണ്ടുപിടിക്കുക. ആ എയും ബിയും കണ്ടുപിടിച്ച ശേഷമുള്ള ആ 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2/3 - x പ്ലസ് 5/4 - x എന്ന് കിട്ടും.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ ആദ്യം നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ലീനിയർ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഫോമിൽ കിടന്നാൽ ഒരിക്കലും നമുക്ക് 1/1 - x എന്നുള്ളൊരു ഫോമിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ സ്പ്ലിറ്റിംഗ് നടത്താം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ ഓരോന്നിനെയും മുകളിൽ ചെയ്ത പോലെ എഴുതാം. മുകളിൽ തന്നെയാണ് സെയിം തന്നെയാണ് ചെയ്തു പോയിരിക്കുന്നത് അല്ലേ. അപ്പം സെയിം തന്നെയാണ് നമ്മൾ മുകളിൽ പവർ സീരീസ് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ടിനും പകരമായിട്ട് അതിന് പവർ സീരീസിലുള്ള എക്സ്പാൻഷൻസ് എഴുതാം. സിഗ്മ വേണമെങ്കിൽ കോമൺ ആയിട്ട് അതുപോലെ ഔട്ട് സൈഡ് എടുത്തും x⁻i രണ്ടിലും കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതാം. ഈ ഒരു ഫോമിൽ എഴുതാം. ഇനി ഇത് നോക്കിയേ, ഈ സീരീസ് എന്ന് പറയുന്നത് ഈ രണ്ട് സീരീസുകളുടെ സമ്മാണ്. അപ്പോൾ ഓൾജിബ്ര ഓഫ് പവർ സീരീസ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം റേഡിയസ് ഓഫ് കൺവേർജൻസ് രണ്ട് സീരീസുകളുടെ സമ്മിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് സമ്മിന്റെ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിന്റെയും എടുത്തിട്ട് അതിൽ മിനിമം ഏതാണോ അതാണ് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് വരിക. അപ്പൊ ഇതില് ഒരു സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 3 ഒരു സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ടിലും മിനിമം ഏതാണോ അതാണ് അതിന്റെ രണ്ടിന്റെയും സമ്മിന്റെ പവർ സീരീസ് സമ്മായിട്ട് തന്നെ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് വരിക. അപ്പൊ ഇതിൽ മിനിമം ആയിട്ടുള്ള 3 ആണ് ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് വരിക. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതി വയ്ക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ +2 പഠിച്ചിരിക്കുന്നതാണ് കേട്ടോ. കിട്ടാത്തവർ അതൊന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാം. അടുത്തത്, റൈറ്റ് ഡൗൺ ദ ടേംസ് ത്രൂ x⁻4 ഇൻ ദ സീരീസ് e⁻x/1 - x. Write down the terms through x⁻4 in the series for e⁻x/1 - x. ഈ സീരീസിൽ വരുന്ന x⁻4 വരെയുള്ള ടേംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കി കോഷ്യന്റ് പോലെ വരുന്ന ഒരു സീരീസ് ആണ്. e⁻x നമുക്ക് സീരീസ് അറിയാം, 1/1 - x നമുക്ക് സീരീസ് അറിയാം. പ്രൊഡക്റ്റ് ആയിട്ട് കോഷ്യന്റ് അല്ല, പ്രൊഡക്റ്റ് ആണ് വരിക. e⁻x × 1/1 - x അല്ലേ. അപ്പൊ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരിക കേട്ടോ. നമുക്ക് 1/1 - x അറിയാം, e⁻x അറിയാം. രണ്ടിന്റെയും കൂടി പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് e⁻x × 1/1 - x = e⁻x/1 - x എന്ന് കിട്ടും. അപ്പൊ e⁻x സീരീസ് ഇതാണ് വരുന്നത്. ഇതെല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. 1 + x + x²/2 ഫാക്ടോറിയൽ + x³/3 ഫാക്ടോറിയൽ + x⁻4/4 ഫാക്ടോറിയൽ + എക്സെട്ര. അതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ആ ഫാക്ടോറിയലിനൊക്കെ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ആ രീതിയിൽ പഠിച്ചു വെച്ചാലും മതി. ഇനി 1/1 - x ഇപ്പൊ നമ്മൾ പഠിച്ചു. 1 + x + x² + x³ + x⁻4. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈ ഹാർട്ട് എപ്പോഴും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ രണ്ടിന്റെ എക്സ്പാൻഷൻ എഴുതി. ഇത് ഞാൻ പറഞ്ഞല്ലോ ഫാക്ടോറിയലിലാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമെങ്കിൽ ഫാക്ടോറിയലിൽ ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ് കിട്ടണ്ടേ. പ്രൊഡക്റ്റ് കിട്ടിയിട്ട് x⁻4 ടേം വരണ വരെ ഇതിന്റെ പ്രൊഡക്റ്റ് ഫുൾ എഴുതിയിട്ട് ആ ടേം വരണ വരെ ഇതിന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻4 വരെ ആൻസർ കിട്ടാം അല്ലെ. അപ്പൊ ആദ്യം ഇവിടെ നോക്കി, ഇവിടെ x⁻4 വരെയുള്ള e⁻x ടേംസ് ആദ്യം എഴുതിയിട്ടുണ്ട്. ഇവിടെ 1/1 - x x⁻4 വരെയുള്ള ടേംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ടേബിളാക്കി നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് എഴുതിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അപ്പൊ ആ മൊത്തം ടേംസ് നമുക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഈ ടേബിളിൽ ആദ്യം ഇതിനെ കംപ്ലീറ്റ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. പിന്നെ ഇതിനെ കംപ്ലീറ്റ് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. പിന്നെ x² കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലെഴുതും. പിന്നെ x³ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതും. x⁻4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതും. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴും x⁻4 വരെയുള്ള ടേംസ് ഏകദേശം നോക്കിയാൽ മതി. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ടേംസിന്റെയും വരും. കാരണം x⁻4 വരെ ഇത് വരും. x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ x³ വരെയുള്ളത് എഴുതിയാൽ മതി. പിന്നെ x × x⁻4 ടേം വരുമ്പോൾ x⁻5 പോകും. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും x³ വരെയുള്ള ടേംസിന്റെ മതിയാവും. അപ്പൊ x⁻4 വരെ വരും. x² വരെയുള്ള ടേംസിന്റെ മതിയാവും. x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x വരെയുള്ള ടേംസിന്റെ മതിയാവും. x⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പൊ അതൊരു ടേബിൾ ആക്കി എഴുതിയിരിക്കുന്നത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ആ 4th പവർ വരെയുള്ള ടേംസ് വരുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ ഒരു കോൺസ്റ്റന്റ് 1 വരും. പിന്നെ എക്സിന്റെ ടേംസ് 2 എണ്ണം വരും. ഇവിടെ 2 എക്സുകളുണ്ട്. അപ്പോൾ ഒരു 2x എന്നുള്ളത് x + x വരും. പിന്നെ ക്യൂബ് വരുന്ന സ്ക്വയർ വരുന്ന ടേംസ് 3 എണ്ണം ഉണ്ട്. അത് ഒരു ബ്രാക്കറ്റിലാക്കും. ക്യൂബ് വരുന്ന ടേംസ് 1, 2, 3, 4 എണ്ണം ഉണ്ട്. അതൊരു ബ്രാക്കറ്റിലാക്കും.
ഈ ടേംസ് എല്ലാം അതിൻ്റെ ഇതിൽ എക്സ്പാൻഷനിൽ വരുന്നതാണ്. പിന്നെ ഫോർത്ത് പവർ വരുന്ന ടേംസ് എല്ലാം ഒരു ബ്രാക്കറ്റിലാക്കും, എന്നിട്ട് അതിനെ സം ചെയ്ത് എഴുതും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ടേബിളാക്കി എഴുതിയ കുറച്ച് ഉപകാരമുണ്ട്.